കായംകുളത്തിനടുത്ത് നൂറിനാട് സജയൻ സാറിൻ്റെയും സുമി സജയൻ മാഡത്തിൻ്റെയും ഒരു റിനോവേറ്റഡ് കിച്ചണാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. കിച്ചൺ റിനോവേഷനെ കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എല്ലാ ഒരു ഹൗസ് ഓണേഴ്സിൻ്റെയും ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ബേസിക്കലി ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത് പൊളിച്ചിട്ട് കഴിഞ്ഞാൽ കൃത്യമായ പ്ലാനിങ് ഇല്ലെങ്കിൽ അത് ഒരു ഫിനിഷിംഗ് ഇല്ലാതെ കംപ്ലീഷൻ ആവും, അല്ലെങ്കിൽ പലപ്പോഴും ഡിലേസ് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു കിച്ചൻ്റെ ഉടമസ്ഥ സജയൻ സാർ ആക്ച്വലി ഒരു കിച്ചൺ ഡിസൈനറെ തന്നെ അപ്രോച്ച് ചെയ്യുന്നത്. അദ്ദേഹം ആദ്യം ചെയ്തത് ഒരു കിച്ചൺ ഡിസൈനറോട് ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കിച്ചൺ ഡിസൈനർ സൈറ്റ് വിസിറ്റ് വന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെയാണ് ആദ്യം ഈ കിച്ചൻ്റെ ഇതിനു മുമ്പ് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ കോൺക്രീറ്റ് സ്കേർട്ടിങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ ക്യാബിനറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആദ്യം കുറച്ച് നാൾ ചെയ്തു, പിന്നെ എന്നിട്ടത് പിന്നീടാവാം, കാരണം എല്ലാവരും മിഡിൽ ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ പിന്നീട് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ലെവലിൽ ഇതിട്ടു. പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അതിൻ്റെ ഒരു തിരക്കുള്ള കാരണം അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇദ്ദേഹം ആദ്യം ഈ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ സംഭവങ്ങൾ കണ്ടു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഓക്കെ ഫൈൻ, നമുക്കിനി ഒരു ഡിസ്കഷൻ, അതായത് വെറുതെ ഇപ്പോൾ നിങ്ങളൊരു സൈറ്റ് വിസിറ്റ് തന്നിട്ട് അതിനൊരു കൊട്ടേഷൻ തന്നിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഡീപ്പായിട്ട് അദ്ദേഹത്തിന് അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും കൂടുതലും എൻകറേജ് ചെയ്യുന്നത് അങ്ങനെയുള്ള ക്ലയൻസിനെ തന്നെയാണ്. ക്ലയൻറ്റിന് എന്തൊക്കെയാണെന്നുള്ളത് അത് ഒരു 4-5 മണിക്കൂർ ഇരുന്ന് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ ഈ ഒരു കാലഘട്ടത്തിലെ ആക്സറീസും ടെക്നോളജീസും വെച്ചുകൊണ്ട് നമുക്ക് എത്രമാത്രം പരിഹരിക്കാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ട് ആ ഒരു കിച്ചൺ ചെയ്യുമ്പോഴാണ് അത് ശരിക്കും ഭംഗി മാത്രം എന്നുള്ള കൺസെപ്റ്റ് മാറിയിട്ട് ഒരു യൂട്ടിലിറ്റി ലെവലിൽ കൂടി അതൊരു ഫങ്ഷണൽ കിച്ചണായി മാറുന്നത്. അപ്പോൾ ഇദ്ദേഹം ഞാനീ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഒരു സൈറ്റ് വിസിറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ ഡിസൈനർ സൈറ്റിൽ വന്നു, മെഷർമെൻറ്റ്സ് എടുത്തു. അപ്പോൾ ആദ്യം ചെയ്ത ആ ഒരു ജനലൊരു 3 പാളി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്നതാണ് ആ ഒരു 3 പാളിയുള്ള ജനലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് ഇതുണ്ട്, ഇപ്പോൾ ഒരു സിംഗിൾ പാളിയാക്കി കുറച്ചു. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 3 പാളി ഉണ്ടായിരുന്നപ്പോൾ ഇത്രയും സ്റ്റോറേജ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ഇത് കണ്ടത് ഇതിപ്പോൾ GTPT ആണ്. ഇതെല്ലാം വരുന്ന സ്റ്റാൻഡേർഡ് സൈസുകളിലാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് സൈസുകളിൽ ഇത് നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ജനലും ബാക്കിയുള്ള സൈസിങ് എല്ലാം ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു ഡിസൈനറെ വെച്ചുകൊണ്ട് തന്നെ ആദ്യം ഡിസൈൻ ചെയ്തു. എവിടെ എന്തൊക്കെയാണ് വേണ്ടത്, ജനലുകൾ സിംഗിൾ പാർട്ടീഷനാക്കി, ഈവൻ ലൈറ്റിങ്സ് എല്ലാം, കാരണം ലൈറ്റിങ്സ് ഇപ്പോൾ നിങ്ങൾക്ക് മുകളിൽ നോക്കിയാൽ ട്രാക്ക് ലൈറ്റ്സ് ഒക്കെ ഉണ്ട്, ഇതെല്ലാം ഫിറ്റ് ചെയ്തു. അതിനുള്ള പ്രൊവിഷൻസ് ഇടിപ്പിച്ചു. അപ്പോൾ ഡിസൈൻ വെച്ചുകൊണ്ട് ഒരു 2D ഡ്രോയിങ് ഉണ്ടാക്കി ഈ കിച്ചൺ ഡിസൈനറെ കൊണ്ട്. അതിനുശേഷം ഓരോ ക്യാബിനറ്റ്സിൻ്റെ അത് എന്തൊക്കെയാണ് വെക്കേണ്ടതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനിലോട്ട് പോയി. അപ്പോൾ അതിനകത്ത് ആദ്യം ഒരു ഫ്രിഡ്ജ് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്യാബിനറ്റിനകത്ത് പുറത്ത് വെക്കുന്നൊരു ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ അത് തള്ളി പുറത്തോട്ട് ഇങ്ങനെ നിൽക്കും. അത് അദ്ദേഹം പറഞ്ഞത് ഇതിനു മുമ്പ് ഉണ്ടായതൊരു 3D ചെയ്തപ്പോൾ അത് സെയിം ലെവലിലാണ് വന്നത്. പക്ഷെ അത് ഒറിജിനൽ പ്രാക്ടിക്കലി വരുമ്പോൾ എപ്പോഴും ക്യാബിനറ്റ് പുറത്തോട്ട് ഈ ഫ്രിഡ്ജുകൾ തള്ളി നിൽക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കത് മാറ്റി ഇൻബിൽറ്റ് ഫ്രിഡ്ജ് ആക്കാം. അപ്പോൾ അത് സെയിം ലെവലിൽ തന്നെ നമുക്ക് കിട്ടും ക്യാബിനറ്റിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് വരുത്തി പതുക്കെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തെടുത്ത ഒരു കിച്ചണാണിത്. അപ്പോൾ ഇതിനകത്ത് വേറെ വന്ന കുറച്ച് കാര്യങ്ങൾ, ആ ഒരു ഇലക്ട്രിക്കൽ ആസ് വെൽ ആസ് സിവിൽ വർക്ക്സ് എല്ലാം നമ്മളിവിടെ ചെയ്യാനായിട്ട് നല്ലൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ ഡ്രോയിങ്സ് കൊടുത്തു. എവിടേക്കാണ് ജനൽ വരേണ്ടത്, എവിടേക്കാണ് ഇലക്ട്രിക്കൽ പോയിന്റുകൾ വരേണ്ടത്, എവിടേക്കാണ് പ്ലംബിംഗ് പോയിന്റ്സ് വരേണ്ടത്, എവിടേക്കാണ് സ്ട്രിപ്പ് ലൈറ്റിൻ്റെ പോയിന്റ്സ് വരേണ്ടത്, എവിടേക്കാണ് മുകളിലുള്ള ട്രാക്കിംഗ് ലൈറ്റ്സ് വരേണ്ടത്, എല്ലാം കൃത്യമായ ഡ്രോയിങ്സ് കൊടുത്തു. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തത് ബേസിക്കലി ഇത് പൊളിക്കുമ്പോൾ തന്നെ മിക്കവാറും നമുക്ക് ക്യാബിനറ്റ്സ് എല്ലാം മോഡ്യൂൾസ് ആണ്. അപ്പോൾ എല്ലാം പാക്ഡ് ആയിട്ട് നമ്മുടെ സൈറ്റിൽ അല്ലെങ്കിൽ ഗോഡൗണിൽ റെഡി ആയിട്ട് ഇരിക്കണം. പൊളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ സെറ്റ് ചെയ്യാന്നുള്ള പ്ലാനിങ് ആയിരുന്നു. ഓൾമോസ്റ്റ് വലിയ കാലതാമസം കൂടാതെ തന്നെ ചെയ്യാൻ പറ്റി. അത് ഈ സിവിൽ കോൺട്രാക്ടർ കൂടി ഹെൽപ്പ് ഉണ്ടായിരുന്നുകൊണ്ടാണ്. എല്ലാം കൃത്യമായി പെയിൻ്റ് അടിച്ച് തന്നു. അതിനുശേഷം ഞങ്ങൾ ഓരോ ക്യാബിനറ്റ്സ് ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ എല്ലാം കൊണ്ടൊന്ന് സെറ്റ് ചെയ്തു. സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് വർക്കുകൾ, വാൾ ടൈൽ വർക്കുകൾ ഇതെല്ലാം ചെയ്തു. അതിനുശേഷമാണ് ഞങ്ങൾ ഇതിൻ്റെ ഒരു ഫുള്ളി ഡോർ വെച്ച് ഇതൊരു ഫിനിഷിംഗ് ലെവലിലോട്ട് കൊണ്ടുവന്നത്.
ഇനിയിപ്പോൾ ഇതിൻ്റെ ഓരോ ആക്സറീസും ഓരോ ക്യാബിനറ്റ്സിനകത്തുള്ള ആക്സറീസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പലപ്പോഴും ഈ ഫ്രിഡ്ജ് സെറ്റ് ചെയ്യുമ്പോൾ സ്റ്റാൻഡ് അലോണും ഇൻബിൽറ്റ് ഫ്രിഡ്ജുകളും വരാറുണ്ട്. അപ്പോൾ സ്റ്റാൻഡ് അലോൺ ഫ്രിഡ്ജ് നമ്മുടെ ഇപ്പോൾ വേറെ വീഡിയോസിൽ നോക്കിയാൽ കാണാം, നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു ബോക്സ് അടിച്ചിട്ട് അത് ഇതിനോട് യൂണിഫോം ആക്കാൻ ശ്രമിക്കില്ല. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രിഡ്ജിൽ അതിൻ്റെ ഹീറ്റ് ഡിസിപ്പേഷന് ഉള്ള സ്പേസ് ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കംപ്രസർ അടിച്ചു പോകും. അപ്പോൾ ഒന്നുകിൽ നമ്മൾ അങ്ങനെ ഒരു ഫ്രിഡ്ജ് ചെയ്തിട്ട് അത് വലിയ രീതിയിലുള്ള പ്രൊട്രൂഷൻസ് കാണാതിരിക്കാനുള്ള എന്തെങ്കിലും ട്രിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലെ ഇൻബിൽഡ് ആക്കി കളയണം. ഇപ്പം ഇതിപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ അതിനകത്ത് തന്നെയാണ്. നമ്മുടെ ഒരുപാട് വീഡിയോസിലുണ്ട് ഇൻബിൽഡ് ഫ്രിഡ്ജുകൾ. പക്ഷേ സാധാരണ നമ്മുടെ ഫ്രിഡ്ജുകൾ വരുമ്പോൾ എപ്പോഴും മുകളിൽ ഇങ്ങനെ ഫ്രിഡ്ജും താഴെ ഫ്രീസറും ആയിരിക്കും. പക്ഷേ നമ്മുടെ സജയൻ സാറിന് ബേസിക്കലി ഇതിൽ കുറച്ച് സ്പേസ് അധികം വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പുറത്ത് ഒരു ഫ്രീസർ, ഇതിപ്പോൾ ഫ്രീസറാണ് കണ്ടോ. അപ്പോൾ ഇതാണ് ഇദ്ദേഹം ഈ ഡിസൈനിൽ ആക്സറീസിൽ മെയിനായിട്ട് സെലക്ട് ചെയ്തത്. പിന്നെ അടുത്ത ഒരു, അപ്പോൾ ഇതിന് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണ സ്റ്റാൻഡ് അലോൺ ഫ്രിഡ്ജിൻ്റെ നമ്മൾ ഇടുന്ന പവർ സോക്കറ്റ് അല്ല ഇതിൻ്റെ വരുന്നത്, ഇത് വേറെ ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്യാബിനറ്റ്സ് ഇതിൻ്റെ മുകളിൽ പുള്ളിക്ക് ഈസി ആയിട്ട് വെറുതെ പുറത്തോട്ട് വലിക്കാവുന്ന കുറച്ച് പുൾ ഔട്ട്സ് ആണ് വേണ്ടിയിരുന്നത്. ഇത് കണ്ടോ, ഇതുപോലത്തെ കുറച്ച് പുൾ ഔട്ട്സ് നോർമൽ. ഇതെല്ലാം ഒരു 30 to 40 kgs കപ്പാസിറ്റി ഉള്ള ചാനൽസ് ആണ്. അതായത് 30 കിലോ ഇതിനകത്ത് വെച്ചാൽ പോലും ഈ ഒരു സോഫ്റ്റ് ക്ലോസ് തന്നെ ഇതിന് കിട്ടും. ഇപ്പോൾ പല ക്ലയൻസും കംപ്ലൈൻറ്റ് പറയാറുണ്ട്, അതായത് ഞങ്ങൾ സോഫ്റ്റ് ക്ലോസിൻ്റെ ചാനൽസ് വെച്ചു പക്ഷെ മര്യാദ കടയുന്നില്ലെന്ന്. അതിൻ്റെ കാരണം സോഫ്റ്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 750 രൂപ മുതൽ സോഫ്റ്റ് ക്ലോസ് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ സോഫ്റ്റ് ക്ലോസ് മാത്രമാണ് നിങ്ങളുടെ കോൺട്രാക്ടറോട് സ്പെസിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് ഉള്ള സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇത് അടയില്ല. അപ്പോൾ എപ്പോഴും ഒരു 30 kg എങ്കിലും കപ്പാസിറ്റി ഉള്ള ചാനൽസ് ഇടാൻ കോൺട്രാക്ടറോട് പറയണം. കാരണം നമ്മളൊരു 5 kg കപ്പാസിറ്റി ഉള്ള സംഭവം ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ വെയിറ്റിൽ തന്നെ ഒരു 1-2 കിലോ അതിൽ നിന്ന് പോകും. അപ്പോൾ ഒരു സോഫ്റ്റ് ക്ലോസ് എന്നൊരു 3 കിലോ ഉള്ള ഒരു കപ്പാസിറ്റി ഉള്ള ചാനലാണെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചുകൂടി വെയിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മര്യാദ കടയാത്തൊരവസ്ഥ വരും. അതേസമയം ഇതുപോലെ ഒരു 30 kgs കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡ്രോവറിൻ്റെ വെയിറ്റ് അതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ബാക്കി പിന്നെ നമുക്ക് ഉണ്ടാവും ഒരു 20-25 kgs ബാക്കി. അപ്പോൾ അത്രയും മെറ്റീരിയൽസ് വെച്ചാലും അത് കൂളായിട്ട് തടഞ്ഞോളൂ. ഓക്കെ, നമുക്കിനി അടുത്തതായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഈ റോളിംഗ് ഷട്ടേഴ്സ് ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, നമുക്കിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ തുറക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുപോലത്തെ നമ്മുടെ കിച്ചൺസിൽ പൊതുവെ കൗണ്ടർ ടോപ്പിൻ്റെ സ്പേസ് എടുക്കുന്ന അപ്ലയൻസസ് എല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് വെക്കാം. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഇട്ട് കളഞ്ഞാൽ മതി. ഉണ്ടോ? അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത്, വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള റോളിംഗ് ഷട്ടർ തന്നെ വാങ്ങിക്കുക. കാരണം അതല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ നിൽക്കാത്തൊരവസ്ഥ വരും. കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി, അതിൻ്റെ ആ ഒരു സ്പ്രിങ് ആക്ഷനൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും നല്ല ബ്രാൻഡ്സ് തന്നെ വാങ്ങിക്കുക ഈ സാധനം. അപ്പോൾ അത് ബ്രാൻഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നമ്മുടെ എഡ്യൂക്കേഷൻ സീരീസിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് അങ്ങനെ ഒരു ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഗ്രേഡുകൾ എങ്ങനെയാണ് ഒഴിവാക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ എഡ്യൂക്കേഷൻ സീരീസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, യൂട്യൂബിൽ തന്നെയുള്ള വീഡിയോസാണ്. ഓക്കെ, ഇതിൻ്റെ താഴെ ഇതുപോലത്തെ ഡ്രോവർ, ഇതൊരു ഫുൾ ഡ്രോവറാണ്. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പുറത്തുനിന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വരികയാണെങ്കിൽ പെട്ടെന്നൊരു സാധനം ഒരു 60 to 70 kgs കപ്പാസിറ്റിയിൽ സാധനം വെക്കണമെങ്കിൽ ഇതിനകത്തോട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറ്റയടിക്കിങ്ങനെ അടയാം. അപ്പോൾ വലിയ ബിഗ് ഷോപ്പറാണ്, അങ്ങനെയുള്ള ബാസ്ക്കറ്റുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു ഡ്രോവർ ഭയങ്കര ഹെൽപ്ഫുള്ളാണിത്. ഇതെല്ലാം നോർമലി ഉള്ള ഡ്രോവേഴ്സ് തന്നെയാണ്. ഇതെല്ലാം എംറ്റി ഡ്രോവേഴ്സാണ് നമ്മൾ കൊടുത്തിരുന്നത്. ഇത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഇപ്പോൾ ഇതൊക്കെ എനിക്കൊന്ന് പണ്ട് ഉണ്ടായിരുന്ന സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് ഇതിനകത്തോട്ട് വെച്ചെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതുണ്ടോ, ഇതെല്ലാം എംറ്റി ഡ്രോവേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ പ്ലേറ്റൊക്കെ വെക്കാനൊക്കെ ആയിട്ട് ഇപ്പോൾ താഴെ ഒരു ചെറിയൊരു മാറ്റ് പോലെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പ്ലേറ്റ് ഓർഗനൈസേഴ്സിങ് സെറ്റ് ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ പൊതുവേ ഷെൽഫുകൾ നമ്മൾ കോർണർ യൂണിറ്റ്സ് വലിയ കാര്യമായിട്ട് കൊടുക്കാറില്ല. ഇതുപോലെ നോർമൽ ഷെൽഫുകൾ തന്നെയാണ് കൊടുക്കാറുള്ളത്. പിന്നെ വരുന്നത് സിങ്കാണ്. സിംഗ്ലിപ്പ് ഇത് ഭംഗിയുള്ളത് എനിക്ക് തോന്നുന്നത് ദുബായിൽ നിന്ന് കൊണ്ടുവന്നാണെന്ന് തോന്നുന്നു. അതിൻ്റെ ക്വാളിറ്റി കാണാനുണ്ട്. ഇത് കണ്ടോ, കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ്. അതുപോലെ സിങ്കും അതെ അവിടെ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ്. പിന്നെ ഇത് സിങ്കിൻ്റെ താഴെ ഒരു ബിൻ ഹോൾഡർ ഉണ്ട്. അപ്പോൾ ഈ ബിന്നിലോട്ട് നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം ഇതിനകത്തോട്ട് ഇടാം. എന്നിട്ട് ഇത് ആസ് ഇറ്റ് ഈസ് ഈ ഒരു പ്ലാസ്റ്റിക് കൊണ്ടുപോയിട്ട് അത് കളയാം. ഇത് പിന്നെ ഒരു ഡിറ്റർജൻറ്റ് ഹോൾഡറിനൊരു സ്പേസ് കൂടി ഉണ്ട്. അപ്പോൾ ഡിറ്റർജൻസ് എല്ലാം നമുക്ക് അവിടെ ഓർഗനൈസ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഇതെല്ലാം തന്നെയും ബൈഫോൾഡാണ്.
ഇതിപ്പോൾ ഡോറ് ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഈ ചിമ്മിനിയിൽ മുട്ടും കണ്ടോ, ഇതിപ്പോൾ മുട്ടാത്തതുണ്ടോ, കണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് ആ ഡിസൈനിങ് ഫേസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അത് ആ ഒരു സൈറ്റിൽ വന്നിട്ട് നമുക്ക് ചെയ്യാമെന്ന് ചോദിച്ചാൽ നടക്കില്ല. കാരണം ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ പ്രിസൈസ് മെഷർമെൻറ്റ്സ് ഇല്ലെങ്കിൽ കോസ്റ്റ് അത് വെറുതെ അനാവശ്യമായിട്ട് കൂടും. അപ്പോൾ നമ്മൾ ആ ഒരു പ്രിപ്പറേഷനാണ് നമുക്ക് ആ സൈറ്റിൽ വൃത്തിയായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ഹോബും ചിമ്നിയാണ്. അപ്പോൾ ഹോബ് കംപ്ലീറ്റ് ഇത് ദുബായിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ് സജയൻ സാർ. അതൊരു 5 ബേണേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിമ്മിനി ഇവിടെ നാട്ടിൽ നിന്ന് തന്നെ എടുത്തതാണ്. അപ്പോൾ ചിമ്മിനിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ പവർ സോക്കറ്റ്സ് അകത്താണ് കണ്ടോ. ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അതൊരു വ്യൂഡ് ലുക്ക് വരും അതിന്. അപ്പോൾ നമ്മൾ ആ ഇലക്ട്രിക്കലിൻ്റെയും ടൈമിൽ തന്നെ ഈ ഒരു പവർ സോക്കറ്റ്സ് അകത്ത് പോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ കണ്ടോ, ഇത് നീറ്റായിട്ട് അത് നമുക്കിപ്പോൾ വിസിബിൾ അല്ല പവർ സോക്കറ്റ്സ്. അതുപോലെ തന്നെയാണ് ഈ ഹോബിനും പവർ സോക്കറ്റ്സ് ഉണ്ട്, അത് ഉള്ളിലാണ്. പക്ഷെ അതും നമ്മൾ ശ്രദ്ധിക്കണം. അത് ഇലക്ട്രിക്കലിൻ്റെ ടൈമിൽ തന്നെ സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് മറന്നു പോയി കഴിഞ്ഞാൽ പലരും ഇപ്പോൾ ബാറ്ററി ഇട്ട് വെക്കാറുണ്ട്. പക്ഷെ ബാറ്ററി ഇട്ട് വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ യൂസ് കുറച്ച് കൂടുതലാണെങ്കിൽ, ഫ്രീക്വൻറ്റ് യൂസ് ആണെങ്കിൽ എപ്പോഴും ബാറ്ററി രണ്ടാമത് മാറ്റേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഫുള്ളായിട്ട് ഡിസ്മാൻഡിൽ ചെയ്തത് ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും പവർ സോക്കറ്റ്സ് ഉള്ള ഇത് തന്നെയാണ് കുറച്ചുകൂടി എളുപ്പം നമുക്ക് ചെയ്യാനായിട്ട്. നമ്മൾ ഈ കിച്ചൺ ചെയ്തിരിക്കുന്നത് അൾട്രാമറൈൻ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു പുതിയതായിട്ടുള്ളൊരു സീസണിൽ ഒരു സീരീസിൽ വന്നിരിക്കുന്ന കളറാണ്. മുകളിൽ കംപ്ലീറ്റ് വൈറ്റും ചെയ്തു, ഒരു ഓഫ് വൈറ്റും ചെയ്തു. പിന്നെ ഇവിടെ ഈ ഒരു കിച്ചണിൽ ബേസിക്കലി മുകളിലത്തെ എല്ലാ ക്യാബിനറ്റ്സും തന്നെ ഇങ്ങനെ ബൈഫോൾഡ് ആക്കി. ബേസിക്കലി ഇത് ഇത്തിരി എക്സ്പെൻസീവ് ആണ് ഇതിൻ്റെ ഇങ്ങനെ ബൈഫോൾഡ് ആക്കി ഇങ്ങനെ ഇതിൻ്റെ ഒരു ഹാർഡ്വെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇനി 3 ഡ്രോവേഴ്സ്, നമ്മുടെ എല്ലാത്തിനും നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് 3 ഡ്രോവേഴ്സ് കൊടുക്കാറുള്ളത്. ഫസ്റ്റ് വൺ മിക്കവാറും എം ടി ആയിരിക്കും. നമുക്ക് ഇതുപോലുള്ള പാൻസ് വെക്കാനായിട്ട്. സെക്കൻഡ് വൺ നമ്മൾ കട്ട്ലറി ഓർഗനൈസേഴ്സ് ഇതിനകത്താണ് സെറ്റ് ചെയ്യുന്നത്. കണ്ടോ, ഇതെല്ലാം എം ടി ഡ്രോവേഴ്സ് ആണ്. ഇതുപോലത്തെ ഇൻസേർട്സ് ഇതിനകത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കലാണ്. പിന്നെ മൂന്നാമത്തെ ഡ്രോവർ കുറച്ച് വലുതായിരിക്കും. ബേസിക്കലി ഇതുപോലത്തെ കാസറോൾസ് ഒക്കെ വെക്കാനായിട്ട് മൂന്നാമത്തെ ഡ്രോവേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇനി റൈറ്റ്സ്, ഇപ്പോൾ ഇതിനകത്താണ് നമ്മൾ സാധാരണ സ്പൈസ് ഓയിൽ പുള്ളേഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത് അകത്തൊരു ഇൻറ്റേർണൽ ഡ്രോവർ കൂടി കൊടുത്തു. അപ്പോൾ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതെല്ലാം ഇതിനകത്ത് വയ്ക്കാം. പിന്നെ അതിൽ തന്നെ ഒരു സെക്കൻഡ് പ്രയോറിറ്റി ആയിട്ടുള്ള യൂസ് ചെയ്യുന്ന സ്പൈസസോ ഓയിൽസോ എല്ലാം ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം. ഒരൊറ്റ ക്യാബിനറ്റ്സിന് നമുക്ക് ഹാൻഡിൽസിൽ ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു നിഷ് സ്പേസ് ഉണ്ട് കണ്ടോ. ഇതിങ്ങനെ തുറന്നു കഴിയുമ്പോൾ മാത്രമാണ് അകത്ത് ഇങ്ങനെ ഒരു ഹാൻഡിൽ കണ്ടോ. ഇതാണ് ആ ഹാൻഡിൽസ്. കൗണ്ടർ ടോപ്പ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ക്വാർട്സ് ആണ്. പക്ഷേ ക്വാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. ഇപ്പോൾ നാനോ ഗ്ലാസ് ഉണ്ട്, ക്വാർട്സ് ഉണ്ട്. അപ്പോൾ പലപ്പോഴും ഇത് ജസ്റ്റ് ഇപ്പോൾ വ്ളോഗേഴ്സ് വളരെ ഈസി ആയിട്ട് പറയാറുണ്ട് ഇത് ഭയങ്കര നല്ലതാണെന്നൊക്കെ. പക്ഷേ അത് വളരെയധികം ശ്രദ്ധിച്ച് തന്നെ സെലക്ട് ചെയ്യണം. കാരണം പലപ്പോഴും സംഭവിക്കുന്നൊരു ഇഷ്യൂ, ഇപ്പോൾ നമ്മളൊരു നാനോ ഗ്ലാസ് അല്ലെങ്കിൽ ക്വാർട്സ് ഏതെങ്കിലും ഒരു ബ്രാൻഡിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവർ അത് നമുക്ക് സപ്ലൈ ചെയ്യും. എന്നിട്ട് നമ്മൾ അവരോട് പറയുക അത് കഴിയുന്നതും ഒരു വർക്കർ, അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയൊരു വർക്കറെ കൂടി അറേഞ്ച് ചെയ്ത് തരാൻ അവരോട് പറയണം. അതല്ലെങ്കിൽ എന്തൊരു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാനൈറ്റ് ഇടുന്ന ഒരാളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അതിലെന്തെങ്കിലും ബ്രേക്കേജോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ കമ്പനി അതിന് ഉത്തരവാദിത്വം അവരെ ഏൽക്കില്ല. അപ്പോൾ വാങ്ങിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ പറയുക, അവരോടൊരു വർക്കറെ തരാൻ പറയുക. അതുപോലെ തന്നെ അവരോട് തീർച്ചയായിട്ടും പറയണം നല്ല വർക്കർ ആയിരിക്കണം. കാരണം ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ലീക്കോ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരുന്നത് 2-3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ബ്രാൻഡഡ് ഇതുപോലെ തന്നെ ബ്രാൻഡിനെ കൊണ്ട് തന്നെയാണ് ഇത് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ആ ബ്രാൻഡിൻ്റെ ടെക്നീഷ്യൻ തന്നെയാണ് വന്ന് ഫിക്സ് ചെയ്തതും. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഈ ഒരു സംഭവമാണ് ഇതുണ്ട്. ഇപ്പോൾ ഈ കൗണ്ടർ ടോപ്പ് വന്നിട്ട് താഴത്തോട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്, അല്ല ഇവിടെ ഒന്നും നിന്നില്ല. അപ്പോൾ അതിനൊരു ഫിനിഷിങ് കൂടി അപ്പോൾ അവിടെ കിട്ടി. താങ്ക് യു.